ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു സ്നേഹിച്ച് കൂട്ടിവരുത്തിയ ജനത്തിൻ്റെ മുന്നിൽ അവൻ എൻ്റെ ജീവിതത്തിലും വലിയവ ചെയ്തവനെന്ന് സാക്ഷിപ്പാൻ കർത്താവ് ഇഴയ്ക്കും ഭാഗ്യം തന്നതിനാൽ ഞാൻ മുന്നമേ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. മക്തലക്കാരത്തി മറിയ തനിക്ക് യേശുവിൻ്റെ പാദം നന്ദി കൊണ്ട് സ്തുതിച്ചുകൊണ്ട് അവൾ അവൻ്റെ കാൽപാദം കഴുകിയതുപോലെ ഞാനും എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കുകയായിരുന്നു. ഓരോ സാക്ഷ്യങ്ങളും വചനങ്ങളും കേൾക്കുമ്പോഴും ഞാൻ യേശുവിനോട് പറഞ്ഞു, കർത്താവെ, ഓരോ സാക്ഷ്യവചനങ്ങൾ കേൾക്കുമ്പോഴും യേശുവിൻ്റെ സ്നേഹത്താൽ എൻ്റെ ഉള്ളം നിറച്ചു തരണമേ എന്ന്. അങ്ങനെ എൻ്റെ ഉള്ളം യേശുവിൻ്റെ സ്നേഹത്താൽ കുത്തി നിറയപ്പെട്ടവളായി ആത്മനദിയിൽ മുങ്ങിക്കുളിക്കുന്നൊരനുഭവം തന്ന് എന്നെ ഈ അണ്ടറതിയിൽ ഇവിടുന്ന് പറഞ്ഞു വിടണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ ദൈവസന്നിധിയിൽ ചേർന്നിരുന്നത്. നമുക്കറിയാം മഗ്ദലക്കാരത്തി മറിയ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന്. അവൾ പാപത്തിൻ്റെ അഗാധ കുഴിയിൽ കിടന്നപ്പോൾ, അവൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെ മാത്രം നോക്കി ദേവാലയത്തിൽ വീണ്ടും വന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അവൾ ചെയ്തതെന്തൊന്നും ഓർക്കാതെ, അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒന്നും ഓർക്കാതെ, അവളെ ഒരു 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 മുൻവിധിയും കൂടാതെ സ്നേഹിച്ച സ്നേഹം, ആ സ്നേഹത്തെ ആവോളം അരവോളം ഈ നാളുകളിൽ രുചിച്ചറിയുവാൻ കർത്താവ് എനിക്കും കൃപ തന്നു. ഞാൻ ആരായിരുന്നു എന്നും ഞാൻ ഏതവസ്ഥയിൽ കിടന്നവളായിരുന്നെന്നും യേശുക്രിസ്തു എനിക്ക് അല്പമായി ബോധ്യം തന്നു. എൻ്റെ ഉള്ള അവസ്ഥ ഞാൻ യേശുവിൻ്റെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിലെല്ലാം ദൈവസന്നിധിയിലിരുന്നത്. ഞാൻ ഇത് പറയാൻ കാരണമുണ്ട്. ഈ ഒരവസ്ഥയിൽ ജീവിക്കാത്തൊരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. 2021 ആദ്യമായി ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തത് മുഖാന്തരമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ രുചിച്ചറിയാൻ ഇടയായത്. അതിനു മുമ്പ് ഞാൻ വളരെ വഴക്കാളിയും അഹങ്കാരിയും ആരും പറഞ്ഞാൽ അനുസരിക്കാത്തവളും മാതാപിതാക്കൾക്ക് ഒരു മുള്ളായും ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഞാൻ സ്നേഹമുള്ള യേശുവിനെ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ചിന്തയിൽ യേശു ഒരു ക്രൂരനായിരുന്നു. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുന്ന ഒരു ദൈവം, ഒരു സ്നേഹവാനായ ദൈവത്തെ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ എനിക്ക് ഭയമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ അവർക്കറിയാവുന്ന രീതിയിലെല്ലാം ഞങ്ങളെ വളർത്തി. പള്ളി ആരാധന, സൺഡേ സ്കൂൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം വേറൊരു വശവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. സിനിമയ്ക്കും സീരിയലിനും എല്ലാം അഡിക്റ്റായി ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലെല്ലാം മുഴഞ്ഞു നടന്നവരായിരുന്നു. അശുദ്ധ ചിന്തകളാലും അശുദ്ധിയിലുമെല്ലാം വലഞ്ഞു നടന്നിരുന്ന എന്നെ യേശുക്രിസ്തു കൃപയാൽ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ കണ്ടതുകൊണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട സ്നേഹം എന്നെ അങ്ങനെ വിടുവാൻ സമ്മതിച്ചില്ല. യേശുക്രിസ്തു കൃപയാൽ അവൻ ഒരു ദൈവവചന കേൾവിയിലൂടെ യേശുവിനെ അറിയുവാൻ കൃപ തന്നു. ആദ്യ ദിവസം തന്നെ ഞാനും ഒന്നും അറിയാതെ, പലരും കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവസന്നിധിയിൽ സമർപ്പണമെടുക്കുന്നതെല്ലാം കണ്ടപ്പോൾ ഒന്നും അറിയാതെ ഞാനും എൻ്റെ കരങ്ങൾ ഉയർത്തി യേശുവിനെ സമർപ്പിച്ചു. എന്തെല്ലാമോ പറഞ്ഞു. അന്ന് മുതൽ ഒരു ദൈവിക സ്നേഹം എന്നെ പിന്തുടരുന്നത് അനുഭവിക്കാൻ യേശുക്രിസ്തു എന്നെ സഹായിച്ചു. ഞാൻ എത്ര ദൂരം യേശുവിനെ ഇട്ട് പോയോ അത്ര ദൂരവും എന്നെ നേടി വന്ന സ്നേഹം 99 ആടിനെയും ഉപേക്ഷിച്ച് ഒന്നിനെ കണ്ടെത്തുവാൻ തിരഞ്ഞു നടന്ന സ്നേഹം, ആ സ്നേഹം എന്നെ പിന്തുടർന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമാധാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വേറെ ഒരു യോഗ്യതയും ഒരു നന്മയും പറയുവാൻ എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ ഓർക്കുകയാണ്, ഞാൻ വളരെ രോഗത്താലെല്ലാം വലഞ്ഞതായിരുന്നു. ഞാൻ ഒരിക്കലും നല്ല മാർക്കോടുകൂടെ പാസ്സായിട്ടില്ല. ഞാൻ 2ാം ക്ലാസ്സിൽ തോറ്റുപോയി. എന്നും രോഗമായിരുന്നു, പഠിക്കാനൊന്നും സാധിക്കുമായിരുന്നില്ല. എൻ്റെ അമ്മ ഒരു അധ്യാപിക ആയതുകൊണ്ട് അമ്മ എന്നെ ആ സ്കൂളിൽ നിന്നും അമ്മയുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. ടീച്ചർമാർ പറഞ്ഞു, ഈ കോച്ചിനെ 3ാം ക്ലാസ്സിലേക്ക് ഇരുത്തണ്ട, 4ാം ക്ലാസ്സിലേക്ക് ഇരുത്താമെന്ന്.
2ൽ തോറ്റുപോയ ഞാൻ 3ാം ക്ലാസ് പഠിക്കാതെ 4ാം ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം എൻ്റെ അവസ്ഥ എന്താകുമെന്ന്. എന്നാൽ എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ഒരു നിന്ന വിഷയമായിരുന്നു. അമ്മയുടെ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് മറ്റ് ടീച്ചർമാരെല്ലാം എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു വേദന വിഷയമായിരുന്നു. ജീവനുള്ള ദൈവം എന്നെ അങ്ങനെ വിടുവാൻ സമ്മതിച്ചില്ല. അവൻ എൻ്റെ ബുദ്ധിയെ തുറന്നു തന്നു. അവൻ എൻ്റെ നാഥനായി എന്നോട് കൂടെ ഇരുന്നു. വഴക്കാളിയായ എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു സ്നേഹമായി കടന്നു വന്നു. തുടർന്നവൻ എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. ഞാൻ ഇന്നപോലെ ഓർക്കുന്നുണ്ട്. ഞാൻ പഠിക്കാനെല്ലാം മോശമായി. ഞാൻ 50-ൽ 3 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് തലകുനിച്ചിരുന്നപ്പോൾ ഞാൻ എൻ്റെ യേശുവിനോട് പരിഭവം പറഞ്ഞു. യേശു എന്നെ കാണുന്നില്ല, യേശു എന്നെ അറിയുന്നില്ല, യേശു എന്നെ സ്നേഹിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, യേശുവിനെ എന്നെ നന്നായി ഒന്ന് കാണിച്ചു കൊടുക്കാം. യേശു എന്നെ കാണുന്നില്ലാത്തത് കൊണ്ടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ബൈബിളും എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ടെറസിൻ്റെ ആ പരുവരത്ത് നിലത്ത് മുട്ടിന്മേലിരുന്നു. യേശു എന്നെ നന്നായി ഒന്ന് കാണട്ടെ എന്ന് ചിന്തിച്ച് തുടർന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പറമ്പുണ്ട്, പാടമുണ്ട്. ഞാൻ ആ പാടത്തേക്ക് നടന്നുപോയി. ആരും കാണുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ എൻ്റെ അമ്മയും അപ്പയും എന്നെ കാണുന്നില്ല എന്നെല്ലാം ചിന്തിച്ച് ഞാൻ ഉറക്കെ ആ പാടത്ത് പോയി ഉറക്കെ എൻ്റെ സർവ്വശക്തിയും എടുത്ത് യേശുവേ എന്ന് വിളിച്ചു നോക്കി. യേശു, ഞാൻ എൻ്റെ അല്പബുദ്ധിയിൽ ചിന്തിച്ചു ഇങ്ങനെയെല്ലാം ചെയ്താൽ യേശു കേൾക്കുമെന്ന്. എന്നാൽ എൻ്റെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് അനുഭവിപ്പാൻ യേശുക്രിസ്തു എന്നെ സഹായിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും എൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ അവസ്ഥകളും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ എൻ്റെ അരികിൽ ഇറങ്ങി വരുന്നൊരു ദൈവസ്നേഹത്തെ ഇന്ന് ആവോളം അനുഭവിപ്പാൻ യേശുക്രിസ്തു കൃപയാൽ എന്നെ സഹായിക്കുന്നു. ഒന്നും എൻ്റെ മേന്മയല്ല, ഞാൻ മഹാപാപിയാണെന്നുള്ള ബോധ്യം യേശുക്രിസ്തു കൂടെ ഈ നാളുകളിലേക്ക് തരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മഗ്ദലക്കാരത്തി മറിയ, ഞാൻ ഓർക്കുകയാണ്, യേശുവേ, ഞാൻ എൻ്റെ ജീവിതത്തിലും മഗ്ദലക്കാരത്തി മറിയെ പോലെ പല പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇനിയും മറഞ്ഞു കിടപ്പുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ അതെല്ലാം മറയപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അതൊന്നും പുറത്തു വരാത്തതെന്ന് കൃപയാൽ യേശുക്രിസ്തു എനിക്ക് വ്യക്തമാക്കി തരുന്നു. ഞാൻ ഇന്ന് ഈ ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ഇരിക്കുമ്പോൾ യേശുക്രിസ്തു എനിക്ക് പാപബോധം തരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്ന് കാണുമ്പോൾ ദൈവസന്നിധിയിൽ അപ്പോൾ തന്നെ ഏറ്റുപറയുവാൻ യേശുക്രിസ്തു എന്നെ സഹായിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു ദേവദാസൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു മരിച്ച ഒരാളുടെ അവസ്ഥ. ആ മരിച്ച ആൾക്കൊരു നല്ലൊരു പൂ മണക്കാൻ കൊടുത്താൽ ആൾക്കത് മണക്കാനുള്ള കഴിവില്ല. ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ സാഹചര്യം ആ വ്യക്തിയുടെ മുന്നിൽ വന്നു നിന്നാൽ, ആ ശവശരീരത്തിൻ്റെ മുന്നിൽ വന്നു നിന്നാൽ ആ വ്യക്തിക്ക് തിരിച്ച് പ്രതികരിക്കാനൊന്നും പറ്റില്ല. എനിക്ക് കർത്താവ് ദേവദാസനിലൂടെ കൃപയാൽ വെളിപ്പെടുത്തി തന്നു. എനിക്ക് ഇങ്ങനൊരവസ്ഥ ലഭിക്കണമെങ്കിൽ ആത്മനദിയിൽ എപ്പോഴും മുങ്ങിക്കിടക്കുന്നൊരവസ്ഥ വരണം. ജീവിതത്തിൽ ചെളി പറ്റിയാൽ ആ തിരുരക്തത്തിലൊന്ന് മുങ്ങിപ്പൊങ്ങുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം വന്ന് നിറയുന്നതും. കർത്താവെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെയും കൊണ്ടുവരണമെന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ഇരുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഈ ഭൂമിയിൽ എൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യം എൻ്റെ ഭൂമിയിലെ അപ്പനോട് പറഞ്ഞാൽ എൻ്റെ അപ്പൻ സാധിപ്പിച്ചു തരില്ലേ? അത് എനിക്ക് വളരെ ആഗ്രഹത്തോടെ ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ ചിക്കൻ 65 ഒക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ എൻ്റെ പപ്പ പോയി വാങ്ങിച്ചതെല്ലാം ഞാൻ ഓർത്തു. ഈ അഖിലാണ്ടത്തെ മുഴുവൻ മെനഞ്ഞവൻ അവൻ എൻ്റെ നാഥനായി എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ ചെറിയ ആഗ്രഹങ്ങളെയും എൻ്റെ ആത്മീയമായ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുവാൻ എൻ്റെ അപ്പൻ, എൻ്റെ നാഥൻ മതിയായവൻ എന്നുള്ള വിശ്വസിപ്പാൻ യേശുക്രിസ്തു ഈ നാളുകളിൽ എനിക്ക് കൃപ നൽകുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു സന്ധ്യായോഗത്തിന് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ഭാരമുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലൊരു മുഴയുണ്ടായിരുന്നു. ഞാൻ ഭർത്താവിനോട് പറഞ്ഞിരുന്നു. എൻ്റെ ചേച്ചി ഡോക്ടറാണ്, ചേച്ചിയോടൊന്ന് പറഞ്ഞിരുന്നു. ചേച്ചി പറഞ്ഞു, സാരമില്ല, നീ കാലൊക്കെ ഉയർത്തി വെച്ചൊന്ന് കിടന്ന് നോക്കാൻ പറഞ്ഞു. 2 ദിവസമായിട്ട് മാറുന്നില്ല. ഞാൻ വളരെ സങ്കടപ്പെട്ടു. എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരു സന്ധ്യായോഗത്തിന് വരുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് മമ്മിയോട് പറഞ്ഞ, ആരെങ്കിലും യോഗത്തിന് വരണ്ട, വീട്ടിൽ നിന്ന് കേട്ടാലോ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. വേഗം കാറിൽ കയറിയിരുന്നു. ഞാൻ ഏറ്റവും തളർന്ന ആളായി ഈ വശത്തെ കുട്ടികളെ കൊണ്ടിരിക്കുന്ന ഭാഗത്ത് സെറ്റിലിരുന്നു.
വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദേവദാസൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഓർത്തു, യേശുവേ, നിന്നെ തൊട്ടവരും നീ തൊട്ടവരും അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചു. ഞാൻ എൻ്റെ വിശ്വാസ കണ്ണാൽ കാണുന്നു, എൻ്റെ നെല്ലിക്ക വലുപ്പത്തിലുള്ള ആ ഒരു ഭാഗത്ത് യേശുവിൻ്റെ തിരുരക്തം അതിനെ നിറച്ച് പുരട്ടുന്നത് ഞാൻ എൻ്റെ വിശ്വാസ കണ്ണാൽ കണ്ടു. പിന്നെ ഞാനവിടെ പ്രാർത്ഥിച്ചിരുന്നു. എപ്പോഴോ ഞാൻ വാഷ്റൂമിൽ പോയി നോക്കിയപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. അതെൻ്റെ ശരീരത്തിൽ കാണുന്നില്ല. എന്നാൽ ഞാൻ യേശുവിനോട് നന്ദിയോടെ സ്തുതിച്ചു. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ഹൃദയത്തിലെ നൊമ്പരങ്ങളെയും കാണുന്ന സ്നേഹവാനായ ദൈവം മഗ്ദലക്കാരത്തി മറിയ തനിക്ക് കല്ലേറേൽക്കുമോ എന്നെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് നിന്നപ്പോൾ അവളോട് യേശു ചോദിച്ചു, മകളെ, നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന്. അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ എന്ന്. പോക, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യേശു നിവർന്ന് അവളോട്, സ്ത്രീ, അവരെവിടെ, നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുതെന്ന് യേശു പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, 2020 ഞാനിവിടെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഏറെ സങ്കടങ്ങളും ദുഃഖങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. IT ഡിപ്പാർട്ട്മെൻറ്റ് ശൂന്യമായ പോയ സമയങ്ങൾ, ഒരു ഹെഡില്ലാത്ത സമയങ്ങൾ, ആ സമയങ്ങളിലെല്ലാം ആരോട് എന്ത് ചോദിക്കണമെന്നറിയില്ല. യേശുക്രിസ്തു വ്യക്തമായി എനിക്ക് ഓരോ കാര്യങ്ങൾ നേരിട്ടിടപെട്ട് എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. ഈ ഭൂമിയിലെ ചിലരെല്ലാം പറഞ്ഞു, ഡെൻകെയർ മണ്ട പോയ തെങ്ങാണെന്ന്. ഞാൻ ചായ കുടിക്കാൻ എൻ്റെ ഓഫീസിൽ നിൽക്കുമ്പോൾ എനിക്ക് കാണാം, മുന്നിൽ എൻ്റെ ഓഫീസ് നേരിട്ട് കാണാം. ഞാൻ കണ്ടു, ഞാൻ വിശ്വാസ കണ്ണിൽ കണ്ടു യേശുക്രിസ്തുവിൻ്റെ അത്ഭുതമായ കരം രണ്ടും നിവർത്തി അതേ ആ ബിൽഡിങ്ങിനെ പൊത്തിപ്പിടിക്കുന്നൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. യേശുക്രിസ്തു, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്കൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പലതും ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു, പലരും അതിന് കൂട്ടാക്കിയില്ല. എന്നാൽ യേശുക്രിസ്തു എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി തന്നൊരു സത്യമുണ്ട്. യേശുക്രിസ്തുവിന് കയറുവാൻ ബുദ്ധിയുള്ളവരെ വേണമെന്നില്ല. യേശുക്രിസ്തുവിന് കയറി അവൻ്റെ നാമം മഹത്വമെടുക്കുവാൻ ചെറിയ പൊട്ടക്കഴുതകളെ ആവശ്യമാണെന്ന് യേശുക്രിസ്തു എനിക്ക് മനസ്സിലാക്കി തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12:14 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ഒരു ചെറിയ കഴുതയെ കണ്ടു, അതിന്മേൽ കയറി, സിയോൻ പുത്രിയെ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിമേൽ കയറി വരുന്നുവെന്ന്. ഞാനത് പറയാനൊരു കാരണമുണ്ട്. സ്വന്തമായി ചെയ്യുവാൻ ഒരു കഴിവോ പ്രാപ്തിയോ എനിക്കില്ല. ഞാൻ കണ്ടു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു ചെങ്കടലിൽ കൂടെ ഇസ്രായേൽ മക്കളെ നടത്തിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചു. യേശുക്രിസ്തു എങ്ങനെയാണ് ഉണങ്ങിയ നിലത്തോടെ തൻ്റെ ജനത്തെ നടത്തുന്നതെന്ന് യേശുക്രിസ്തു എനിക്ക് മനസ്സിലാക്കി തന്നു. യേശുക്രിസ്തു നമ്മളെ അനാഥരായി വിടുന്നവനല്ല എന്ന് അവൻ എനിക്ക് പൂർണ്ണ ബോധ്യം തന്നു. എനിക്ക് ഒരേ ആഗ്രഹമുള്ളൂ, കാൽവറി ക്രൂശിൽ എൻ്റെ പ്രാണൻ എനിക്ക് വേണ്ടി മുഴുവൻ രക്തവും ചിന്തി എൻ്റെ വിലാവിൽ 1 പടന്മാർ കുത്തിയപ്പോൾ അതിൽ നിന്ന് രക്തം വരാനുണ്ടായില്ല, അതിൽ നിന്ന് വെള്ളമാണ് വന്നത്. അതെനിക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം യേശുക്രിസ്തു കൃപയാൽ എനിക്ക് തന്നിരിക്കുന്നു. അവൻ എന്നെ തേജസ്സിൽ സുന്ദരിയായി തേജസ്സുള്ളവളായി നിർത്തുവാൻ വേണ്ടി എൻ്റെ പ്രാണന്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടതാണ്. ആ സ്നേഹത്തെ ഇനി ഒരു നാളും വേദനിപ്പിക്കാതെ ജീവിക്കണം എന്നതാണ് എൻ്റെ കൊതി, എന്നതാണ് എൻ്റെ ആഗ്രഹം. ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ അടിയനെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.